ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدو لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധനയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പുതുമാസത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അറബ് മാസത്തിലെ 8ാമത്തെ മാസമായ ശഅബാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും ഈ ഒരു മാസത്തിനെക്കുറിച്ച് നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാനായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅബാൻ മാസത്തിലെ ചില പ്രവർത്തനങ്ങൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ. അല്ലാഹുവിൻ്റെ റസൂലേ, മറ്റുള്ള എല്ലാ മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ഈ ശഅബാൻ മാസത്തിൽ ധാരാളമായി നോമ്പെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ കാരണം? ഇത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പറയുന്ന ചില മറുപടികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഈ ശഅബാനിലേക്ക് പ്രവേശിച്ച് ഇനി റമദാനിലേക്ക് കാത്തിരിക്കുന്നവരായിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാനിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഈ ശഅബാൻ മാസത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിൽ ഒന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഒരു ശഅബാനിൽ നിങ്ങൾ ധാരാളം നോമ്പെടുക്കുന്നുണ്ടല്ലോ, എന്താ അതിൻ്റെ കാരണം? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാലിക ശഹ്റുൻ, ഇതൊരു മാസമാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത കേട്ടോ, യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബിൻ്റെയും റമദാനിൻ്റെയും ഇടയിലുള്ള ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? റജബ് എന്ന് പറഞ്ഞാൽ റജബുൻ മുഹറമുൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഹുറുമത്താക്കി നൽകിയിട്ടുള്ള പവിത്ര മാസങ്ങൾ 4 എണ്ണിയതിൽ ഒന്ന് റജബ. ആ റജബ് കഴിഞ്ഞു. ഇനിയോ ഷഹ്റുൻ മുബാറക്, ഏറ്റവും ബറക്കത്താക്കപ്പെട്ട മാസമായ മാസങ്ങളുടെ രാജാവെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള റമദാനാണ് നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഈ റജബ് ഹുറുമത്തിൻ്റെ മാസം, റമദാൻ ബറക്കത്തിൻ്റെ മാസം, ഈ 2 മാസങ്ങൾക്കിടയിലുള്ള മാസം അതാണ് ശഅബാൻ. ഈ ശഅബാൻ മാസത്തിലാകട്ടെ ആളുകളൊക്കെ അശ്രദ്ധയിലായിരിക്കും. റജബിൽ അവരൊരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, പണ്ട് മുതലേ ഉള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് റജബിൽ ഒരിക്കലും യുദ്ധം നടക്കാറില്ല, അതിന് ചില പ്രാധാന്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. റമദാനിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരുങ്ങിയിരിക്കുന്ന മാസമാണ്. എന്നാൽ ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ മാസം ആളുകൾ ഇങ്ങനെ ഗഫ്ലത്തിലാണ്. എന്താണ് ഈ ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധയിലായി പോകുക, അതിന് ഗൗരവം കൊടുക്കാതിരിക്കുക. ചില ആളുകളൊക്കെ ഇനി റമദാനിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ചെയ്യാനുള്ളതൊക്കെ ഇപ്പം തന്നെ ചെയ്യാം. എന്തെല്ലാം ഹറാമുകളുണ്ടോ അതൊക്കെ റമദാനിന് മുമ്പ് തീർക്കുക. കാരണം റമദാനിൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ഗഫലത്തിലാകും. തിന്മകളുടെ വിഷയത്തിൽ ഗഫലത്തിലാകും, നന്മകളുടെ വിഷയത്തിലും ഗഫലത്തിലാണ്. എന്താ ഈ നന്മകളുടെ വിഷയത്തിൽ ഗഫലത്തിലാകുക? റമദാൻ ഉണ്ട്, ഇപ്പോഴേ തൗബ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി തൗബ ചെയ്യണമെന്നുണ്ടെങ്കിൽ റമദാൻ വരുന്നുണ്ടല്ലോ, റമദാനിലുണ്ട് നന്നാവാം. സുബഹ് നമസ്കാരമൊക്കെ തുടങ്ങിയോ? ഇല്ല, റമദാൻ വരുന്നില്ലേ? അപ്പോൾ ആ ഒരു സുഹൂറിൻ്റെ സമയം അത്താഴത്തിനൊക്കെ എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ട് സുബഹി തുടങ്ങണം. ഇങ്ങനെ ഗഫലത്തിൽ, നന്മകളുടെ കാര്യത്തിൽ ഗഫലത്തിൽ, തിന്മകളുടെ കാര്യത്തിൽ ഗഫലത്തിൽ, അങ്ങനെ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഈ ശഅബാൻ മാസം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രവാചകന്റെ വാചകം ഏറ്റെടുക്കണം. നമ്മൾ അശ്രദ്ധയിലാകുക എന്നതിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങേയറ്റത്തെ ഒരു ശ്രദ്ധ ഈ ഒരു മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഗഫലത്തിന്റെ മാസം മാത്രമല്ല, ഈ ഒരു മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. എല്ലാ ആളുകളുടെയും കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ ഒരു മാസം. അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അല്ലാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അതിൽ സംശയമല്ല. പക്ഷേ ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു ചില ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുണ്ട്, ആഴ്ചകളിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുണ്ട്, കൊല്ലങ്ങളിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുണ്ട്. ഈ 3 രൂപത്തിലും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുക. ഓരോ ദിവസവും 2 സമയങ്ങളുണ്ട്. ഓരോ ദിവസവും 2 സമയങ്ങൾ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഓരോ ദിവസവുമുള്ള കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് സുബ്ഹിന്റെയും അസറിന്റെയും സമയത്താണ്. ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസ് കാണുവാൻ സാധിക്കും, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ. രാത്രിയും പകലുമായി കൊണ്ട് അല്ലാഹുവിൻ്റെ മലക്കുകൾ രാവും പകലുമായി മാറി മാറി വന്നുകൊണ്ടിരിക്കും. എവിടെയാണ് ആ മലക്കുകൾ വരുന്നത്? അല്ലാഹുവിൻ്റെ പള്ളിയിൽ അവർ വരും. ആ പള്ളിയിൽ അവർ സംഗമിക്കും.
എന്നിട്ട് അവരെ വന്നിരിക്കുന്ന സമയത്ത് വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്ർ വസ്വലാത്തിൽ അസ്ർ, സുബഹ് നമസ്കാരത്തിന്റെ മുമ്പ് മലക്കുകൾ വന്ന് അവർ പള്ളിയിലിരിക്കും. എന്നിട്ട് ആ മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുക അസർ ജമാഅത്ത് കഴിഞ്ഞിട്ട്. അസർ ജമാഅത്തിന്റെ മുമ്പ് കുറെ മലക്കുകൾ ഇറങ്ങും, അവർ പള്ളിയിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ തിരിച്ചു പോകുന്നത് പിറ്റേ ദിവസത്തെ സുബഹ് നമസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞാലാണ്. ഈ രണ്ട് സമയവും മലക്കുകൾ ഭൂമിയിലേക്ക് വരികയും ആളുകളുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയും അവരുടെ നമസ്കാരം നിരീക്ഷിക്കുകയും എന്നിട്ട് അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഹദീസിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ കയറി വരുന്ന മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ തറക്തും ഇബാദി. അള്ളാഹ്ക്കറിയാം എന്താണ് നമ്മൾ ചെയ്തത് എന്ന്. റബ്ബുൽ ആലമീനായ റബ്ബിനെല്ലാം അറിയാം. പക്ഷേ അള്ളാഹു വീണ്ടും ചോദിക്കും മലക്കുകളോട്, കൈഫ തറക്തും ഇബാദി. മലക്കുകളോട് ചോദിക്കാണ്, നിങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ അടിമകൾ എന്താ ചെയ്തിരുന്നത്? അവരുടെ പ്രവർത്തനം എന്തായിരുന്നു? ആ സമയത്ത് അവർ പറയും, ഫയഖൂലൂന, ആ മലക്കുകൾ പറയുകയാണ്, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ ചെന്നപ്പെടും അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ്. സുബഹിന്റെ ജമാഅത്തിലും അസറിന്റെ ജമാഅത്തിലും പങ്കെടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കും, ഇന്നത്തെ സുബഹ് ജമാഅത്തിൽ നമ്മൾ എത്ര ആളുകൾ പങ്കെടുത്തിരുന്നു? എന്തായിരുന്നു നമുക്ക് പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം? ഇന്ന് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ആ മലക്കുകൾ ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ പേരിനെ കുറിച്ച്, നമ്മളെക്കുറിച്ച് മലക്കുകൾ പരാമർശിക്കുമോ? ഇല്ലെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഇനി ഒരു പക്ഷേ അസറിന്റെ സമയം, ഈ രണ്ട് സമയം ആളുകൾ ഇങ്ങനെ ഒരു ഉറക്കത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും പ്രാധാന്യമുള്ളതും. അസർ നമസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വലാത്തുൽ വുസ്ത എന്ന് പറഞ്ഞ് മധ്യമ നമസ്കാരം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ഒരു നമസ്കാരമാണ് അസർ നമസ്കാരം. ആ അസർ നമസ്കാരത്തിന്റെ ജമാഅത്ത് എന്നുള്ളത്. പക്ഷേ ആളുകൾ പലരും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. ആ റെസ്റ്റിൽ അങ്ങനെ ഉറങ്ങിപ്പോകും. അസർ ജമാഅത്തിന് പങ്കെടുക്കൂല. സുബഹ് ജമാഅത്തിന്റെ സമയത്ത് ഉറക്കിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെ അശ്രദ്ധമാകുന്ന ആളുകൾ ശ്രദ്ധിച്ചോളൂ. നമസ്കാരത്തിന്റെ വിഷയത്തിൽ, മറ്റു ആരാധനാ കർമ്മങ്ങളുടെ വിഷയത്തിലെല്ലാം നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന രണ്ട് സമയങ്ങളാണ് സുബഹിന്റെയും അസറിന്റെയും സമയം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഴ്ചയിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, തുഅറദു അഅമാറുൻ നാസ് ഫീ കുല്ലി ജുമുഅ. എല്ലാ ആഴ്ചകളിലും മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടും. മർറതൈൻ, രണ്ട് തവണകളിലായി കൊണ്ട് ഉയർത്തപ്പെടും. യൗമൽ ഇസ്നൈൻ വയൗമൽ ഖമീസ്. ഒന്ന് തിങ്കളാഴ്ച ദിവസമാണ്, മറ്റൊന്ന് വ്യാഴാഴ്ച ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ദിവസങ്ങളിലാണ് അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്. എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാനൊരു നോമ്പുകാരനായിരിക്കെ അല്ലാഹുവിലേക്ക് എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ പരിശോധിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ചയും എത്രയോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്ന നമ്മൾ ജീവിതത്തിൽ റമളാനിലല്ലാതെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച ദിവസം, ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം ഈ ഒരു പുണ്യം എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ സമയം കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത്, വർഷത്തിൽ ഉയർത്തപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഈ ഒരു മാസത്തിലാണ്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ. ഈ ഒരു ശഅബാൻ മാസത്തിലാണ് ഒരു കൊല്ലം ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, എന്തെല്ലാം നന്മകളുണ്ടോ, എന്തെല്ലാം സ്വതക്കകളുണ്ടോ, എന്തെല്ലാം ഖുർആൻ പാരായണങ്ങളുണ്ടോ, എന്തെല്ലാം നമസ്കാരങ്ങളുണ്ടോ, എല്ലാം അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ ഒരു മാസം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായിട്ട് നോമ്പെടുത്തു.
മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ നോമ്പെടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് ഒഴിവാക്കന്നല്ല, അത്രയും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തു. എന്നാൽ പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിൽ നോമ്പെടുക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്താണ് ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല, പക്ഷേ വലിയ പുണ്യമുണ്ട്, വലിയ പുണ്യമുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു പുണ്യം നേടാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ചില നിർഭാഗ്യവാന്മാരായ ആളുകളുണ്ട്. എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടും ഒരുപാട് പുണ്യം ചെയ്തിട്ടും ആ പുണ്യങ്ങളൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടൂല. കാരണം കർമ്മങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്, അത് സ്വീകരിക്കേണ്ടതാരാ? മലക്കുകളാണ്. ആ മലക്കുകളാണ് അള്ളാഹുവിലേക്ക് എത്തിക്കേണ്ടത്. എന്നാൽ മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം, അവരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടേണ്ടതില്ല, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ട എന്ന് പറഞ്ഞ ആളുകളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുഅറദു അഅമാലുൻ നാസി ഫീ കുല്ലി ജുമഅ മറതൈൻ യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്. തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലുമുള്ള കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ. എല്ലാ വിശ്വാസികളുടെയും കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതോടൊപ്പം അവരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുന്നതാണ്. ഇല്ലാ അബ്ദാ, ഒരു മനുഷ്യൻ്റെതൊഴികെ. അള്ളാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുകയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യുമ്പോൾ ഇല്ലാ അബ്ദൻ, ഒരാളുടേത് ഒഴിവാക്കുന്നതാണ്, അവന്റെ സ്വീകരിക്കുന്നതല്ല. എന്താ കാരണം എന്നറിയോ? അതിൻ്റെ ആ മനുഷ്യന്റെ പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൈനഹു വബൈന അഖീഹി ഷഹ്നാ. അവനും അവൻ്റെ സഹോദരനുമിടയിൽ ചില വിദ്വേഷങ്ങളുണ്ട്, ചില പക കൊണ്ട് നടക്കുന്നുണ്ട്, ചില അതൃപ്തികളുണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലാണ്. അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ച് മലക്കുകൾ ചോദിക്കുമ്പോൾ തന്നെ അള്ളാഹു പറയും, ഉത്റുകു ഹാദൈൻ, ഉത്റുകു ഹാദൈൻ ഹത്താ യഫീഅ. അവരെ വിട്, അവരുടെ കർമ്മങ്ങളൊക്കെ വിട്, അവരോടൊന്ന് നന്നാവട്ടെ, എന്നിട്ട് മതി. അവരുടെ പകയും വിദ്വേഷമൊക്കെ മാറ്റട്ടെ, എന്നിട്ട് എടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിന്ന് സുബഹി നിസ്കരിച്ചു, ഇന്നലെ ഇശാ നമസ്കരിച്ചു, ഇന്നലെ പല ആളുകളെയും സഹായിച്ചു, ഇന്നലെ ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ പകയും വിദ്വേഷവും ഇല്ലാത്തൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. പകയും വിദ്വേഷം ഇല്ലാതെ ജീവിക്കുക. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല ആളുകളും അതിൽ അശ്രദ്ധയിലാണ്. ദീനീബോധമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുടുംബത്തിൻ്റെ ഇങ്ങനെ എണ്ണം നോക്കുന്ന സമയത്ത് എളാപ്പാനോട് കുറേ കാലമായിട്ട് മുണ്ടിയിട്ടില്ല, അമ്മാവനോട് എന്നോ പിണങ്ങിയതാണ്. ഏതോ ഒരു കുടുംബ വിഷയത്തിൻ്റെ പേരിൽ ചില ആളുകളുടെ മൊബൈൽ നമ്പർ ഇതുവരെ നമ്മൾ സേവ് ചെയ്തിട്ട് പോലുമില്ല. പലരും ചോദിക്കുമ്പോൾ പറയും, എനിക്ക് അവനോട് സംസാരിക്കണ്ട, എനിക്ക് അവനോട് മിണ്ടണ്ട. എത്ര കാലമായി, എത്ര കാലമായി ചിലരുടെയൊക്കെ നമ്പറുകളിലേക്ക് നമ്മുടെ ഫോണ് പോയിട്ട്, നമ്മുടെ കോള് പോയിട്ട്, അവരുടെ കോള് വന്നാൽ പോലും അത് ആ ഒരു കട്ടാക്കുന്നൊരവസ്ഥയിലേക്കാണ് പോകാറുള്ളത്, അല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തബാഗളു, നിങ്ങൾ പകയോടെ ജീവിക്കല്ലേ, വലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കല്ലേ, വലാ തദാബറു, നിങ്ങൾ ബന്ധം വിച്ഛേദിച്ചു കൊണ്ടുപോകല്ലേ, വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായി ഒരേ സഹോദരന്മാരായി ജീവിക്കണേ. വലാ യഹില്ലു ലിമുസ്ലിം, കേട്ടോളി, വലാ യഹില്ലു ലിമുസ്ലിം, ഒരു മുസ്ലിമിന് ഹലാലല്ല, അനുവദനീയമല്ല, അൻ യഹ്ജുറ അഖാഉ ഫൗക 3 അയ്യാം, 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമേ അല്ല. എന്ത് കാരണം പറഞ്ഞാൽ, എന്ത് കാരണമാണെങ്കിലും ശരി, ഓൻ എന്നാലും എന്നെ പറ്റിച്ചിട്ടുണ്ട്, അവൻ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട്, എൻ്റെ കുടുംബത്തോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, എൻ്റെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും മുസ്ലിമാണോ? പാടില്ല, പാടില്ല. അതിൻ്റെ ഗൗരവം കൂടി കേട്ടോ. എത്രത്തോളം അങ്ങനെ ഒരാളിങ്ങനെ പിണങ്ങി നടക്കുക. ഇതൊക്കെ കേൾക്കുമ്പോഴും ചില ആളുകളുടെ മനസ്സിൽ, എന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും എന്നെ അനുഭവിപ്പിച്ചതും നിങ്ങൾക്കറിയില്ലല്ലോ, എന്താ ചില ആളുകൾ പറയാം. എന്നാൽ കേട്ടോ പ്രിയപ്പെട്ടവരെ, 2-1 മരിച്ചാൽ എന്താ അവസ്ഥ എന്ന് കേട്ടോ. ഈ പിണങ്ങി നിൽക്കുന്ന 2-1 മരിച്ചാലുള്ള അവസ്ഥ എന്താ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 ലയാലിൻ. 3 ദിവസത്തിൽ വിട്ടു നിൽക്കുക അല്ലെങ്കിൽ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. ഫമൻ ഹജറ ഫൗക 3, അങ്ങനെ 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങി നിന്നു, ഫമാത അവൻ മരിക്കുകയും ചെയ്താൽ ദഖലന്നാർ, അവൻ നരകത്തിലാണ്. നമുക്ക് എന്ത് ന്യായവും ഇവിടെ പറയാം, അള്ളാന്റെ അടുത്ത് പറയാൻ പറ്റൂല. നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നാലും വിട്ടുവീഴ്ച ചെയ്യണം. കാരണം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര ആളുകൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ കയറിയ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് സൈനബ ബീവിയെ പൂർണ്ണ ഗർഭിണിയായ അവരെ അതിൽ നിന്ന് താഴെയിട്ട് അതിലുള്ള കുട്ടിയെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന വ്യക്തി. അങ്ങനെ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിട്ടിയിട്ടും അയാളുടെ കാര്യത്തിൽ എന്താ തീരുമാനിച്ചേ? സ്വന്തം മകളുടെ കുട്ടിയെ കൊല്ലാൻ, സ്വന്തം മകളെ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിടാൻ പരിശ്രമിച്ച ആള്. അവന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? പോട്ടെ, പകയും വിദ്വേഷമായിട്ട് നിന്നിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ ഹംസ റളിയല്ലാഹു അൻഹുവിനെ? അള്ളാഹുവിന്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മുസ്ലിമീങ്ങളുടെ എല്ലാത്തിൻ്റെയും അജയ്യമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉമറും അതുപോലെ തന്നെ ഹംസയുമാണ് മുസ്ലിമിന്റെ കരുത്തരായ നേതാക്കന്മാരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ, ആ ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്ന സമയത്ത് പിന്നിലൂടെ ചെന്ന് ചാട്ടുളി എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടിവയറ്റിലൂടെ ആ ചാട്ടുളി കയറി അദ്ദേഹത്തിന്റെ വയറ് തുളച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ മുന്നിലേക്കിറങ്ങിയ വഹ്ശ് ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. വഹ്ശി ഒരു കാലത്ത് ഇസ്ലാമിനോട് അങ്ങേറ്റം വിരോധമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു. ആ വഹ്ശിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിട്ടുക, സ്വന്തം എളാപ്പാന്റെ മരണത്തിന് ഉത്തരവാദിയാ. ആ വഹ്ശിയെ കിട്ടിയപ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. നബിയുടെ ഉള്ളിലുണ്ട്, വേദനയുണ്ട്. സ്വന്തം എളാപ്പ മരണപ്പെട്ടതിനെ കുറിച്ച് വഹ്ശി റളിയല്ലാഹു അൻഹു തന്നെ ഹദീസ് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ടുനിന്ന മുഴുവൻ സ്വഹാബത്തും കരഞ്ഞു. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശി, ഞാൻ നിങ്ങൾക്ക് ഇതാ വിട്ടുവീഴ്ച തന്നിരിക്കുന്നു എന്നാ പറഞ്ഞു. അവിടെ പകയോടുകൂടി നിന്നിട്ടില്ല. ഇനി നമുക്കെതിരെ ആരോപണങ്ങളാണോ പലരും പറയുന്നത്? എന്നാൽ നിങ്ങൾ കേട്ടോ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാര ആരോപണം പറഞ്ഞു ഒരാൾ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു മുനാഫിക്കുകളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് പറഞ്ഞതാ. സ്വന്തം മകൾക്കെതിരെ അത്രയും വലിയ ഒരു ആരോപണം പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൊന്ന് ദേഷ്യത്തിലായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഔദാര്യത്തിലാണ് ഈ മിസ്തഹൊക്കെ ജീവിക്കുന്നത്. സാമ്പത്തികമായി എപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹായിക്കുന്നത്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഇനി ഒരിക്കലും എൻ്റെ ഒരു സാമ്പത്തിക സഹായം മിസ്തഹിനും കുടുംബത്തിനും ഞാൻ കൊടുക്കൂല. ഇത് കേട്ടപ്പോ, ഈ ഒരു വാക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്നുകൊണ്ട് അല്ലാഹു മറുപടി കൊടുത്തു, പറ്റൂല. നിങ്ങൾക്കെതിരെ പറഞ്ഞാലും കുടുംബത്തിന് എതിരെ പറഞ്ഞാലും ശരി, നിങ്ങൾ വിട്ടുവീഴ്ചയുള്ളവരാവണം, പകയും വിദ്വേഷമായിട്ട് ജീവിക്കല്ലേ. ഇത്രയും വലിയ പ്രയാസങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അയൽവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ തീർച്ചയായും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്, പകയോടെ വിദ്വേഷത്തോടെ കൂടി ജീവിക്കുക എന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യാനാണ്. ഇനിയിപ്പോൾ ദാ റമദാൻ വരുന്നു. റമദാനിൻ്റെ അവസാനത്തെ 10 നമ്മളെല്ലാവരും നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ. നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അല്ലേ, നമ്മൾ നടത്താറുണ്ട്. നമ്മൾ അല്ലാഹുവിനോട് റബ്ബേ മാപ്പ് തരണേ എന്ന് പറയാം. പക്ഷേ നമ്മൾ ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കണില്ല, നമ്മൾ അവരോട് പകയോടെ നടക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. ഒരു പറ്റം സഹാബിമാർ അവരുടെ മക്കളോടും അവരുടെ കുടുംബക്കാരോടും ഭാര്യമാരോടും എല്ലാം ഒരു പകയോടെ വിദ്വേഷത്തോടു കൂടി നിൽക്കാൻ തുടങ്ങി. അതിനൊരു കാരണമുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ പല സ്വഹാബിമാരും പോയി. പക്ഷേ ചില ആളുകൾ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവരുടെ ഭാര്യയും മക്കളൊക്കെ ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, നമുക്കിപ്പോൾ പോകണ്ട, പിന്നെ പോകാം. അവിടെ പോയിട്ട് ആരാ നമ്മളെ നോക്കാനുണ്ടാവുക? നമ്മുടെ ഈ സമ്പത്ത് ഇതൊക്കെ വിട്ടേച്ച് പോണ്ടേ? വലിയ പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ ആ മക്കളുടെയും ആ ഭാര്യമാരുടെയും ഇടപെടൽ കാരണത്താൽ ചില സ്വഹാബത്ത് ഒന്ന് ബേക്കിലേക്ക് നിന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പിന്നെ മാസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് വന്നപ്പോൾ കണ്ടത് പല സ്വഹാബിമാരും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇവർക്കാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാനോ ദീന് പഠിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഒരൊറ്റ കാരണത്താൽ അവർക്ക് ഭാര്യമാരോടും മക്കളോടും അങ്ങേറ്റത്തെ ദേഷ്യമുണ്ടായി. അവർ ദേഷ്യത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി, പകയോടുകൂടി പെരുമാറാൻ തുടങ്ങി. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിറക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്. ഇവിടെ ശത്രു എന്ന് പറയുമ്പോൾ യഥാർത്ഥ ശത്രുവായി കൊണ്ടല്ല, മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കാനും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ ഭാര്യ പിന്നിലേക്ക് വലിക്കുകയാണ്, അവൻ്റെ മക്കൾ പിന്നിലേക്ക് വലിക്കുകയാണ്. ആ ഒരു വാചകത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ നിങ്ങൾക്കൊരു ശത്രുവാട്ടോ. അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഓര് പറഞ്ഞത് കേട്ട് നിൽക്കണ്ട, അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് നിന്നോ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ അവർക്ക് മാപ്പ് നൽകണേ, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യണേ, നിങ്ങൾ അവർക്ക് പാപം പൊറുക്കുകയും ചെയ്യണേ. എത്ര സുന്ദരമാണല്ലോ പറയുന്നത്. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും, നിങ്ങൾ പുറത്തു കടയ്ക്കും, നിങ്ങൾ മാപ്പ് നൽകും. കാരണം അള്ളാഹ് ഒരുപാട് പാപം പുറത്തു തരുന്നവരാണ്. എന്തിനാ വാചകം പറഞ്ഞെന്നറിയോ? പണ്ഡിതന്മാർ ഈ ആയത്തിന് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്താൽ അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരും. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ, അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യും. നിങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. അതല്ല നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരിക്കുകയാണോ, എന്നാൽ അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശഅബാനിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമാണ്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിം. ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സമയത്ത് ഞാനൊരു നോമ്പുകാരനായിരിക്കുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിക്കൊണ്ട് റമദാൻ കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ള മാസമാണ് പ്രിയപ്പെട്ടവരെ ഈ ശഅബാൻ മാസം. നമ്മളിപ്പോൾ ഉള്ള ഈ മാസം. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗാവകാശിയാണ്, യാതൊരു സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറെ ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകത്തിൻ്റെ ഒരു തരിമ്പ് പോലും ആസ്വദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശഅബാനിലും ധാരാളമായിട്ട് നോമ്പെടുക്കാൻ പരിശ്രമിക്കുകയും അത് നമ്മളോട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര കാലമായി നോമ്പെടുത്തിട്ടുണ്ട്? ഞാനൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലിൻ്റെ വാക്കല്ല കേട്ടോ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച അതേ ദുനിയാവിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിശപ്പുണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതെല്ലാം തരണം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തു, അള്ളാഹിൻ്റെ തൃപ്തി ആഗ്രഹിച്ചിട്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കാം. ഇതിൽ 30 വയസ്സോ 40 വയസ്സോ 50 വയസ്സൊക്കെ കഴിഞ്ഞവരുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും, ഞാനിതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തിയിട്ടല്ല കേട്ടോ പറയുന്നത്, ജീവിതത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു ശഅബാൻ, എത്രയോ തവണ നമ്മൾ ഇതേ ഹദീസ് ഈ മിമ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ഒരു ശഅബാനിൽ അള്ളാൻ്റെ മുന്നിൽ ഒന്ന് ധൈര്യത്തോടു കൂടി നിൽക്കാനെങ്കിലും ഒരു നോമ്പ്, ഒരൊറ്റ നോമ്പ്, ശഅബാനിലെ ഒരു നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, 2 നോമ്പ്, ഒരാഴ്ച ഞാൻ എടുത്തിട്ടുണ്ട്, 10 നോമ്പ് എടുത്തിട്ടുണ്ട്. പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഈ കാലം വരെ നമ്മൾ എത്രയോ ജീവിച്ചില്ലേ, എന്തെല്ലാം അനുഭവിച്ചു, എന്തെല്ലാം പടച്ചോ നമുക്ക് തന്നു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ച ഈ ഒരു മാസം
നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിച്ച ഈ മാസം, ഇതിൽ നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്, ഒന്ന് തയ്യാറെടുക്കേണ്ടതുണ്ട്. അതാണ് 4ാമത്തെ വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകങ്ങളിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ഈ ഒരു ശഅബാൻ എന്ന് പറഞ്ഞാൽ റമദാനിനുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ മാസമാണ്. റമദാനിന് മുന്നോടിയായിക്കൊണ്ട് ഒന്നൊരുങ്ങാനുള്ള മാസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കാന അംറു ഇബ്നു ഖൈസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അഗ്ലഖ തിജാറതുഹു, അവരുടെ കച്ചവടമൊക്കെ ഒന്ന് കുറക്കും. റമദാൻ മാസത്തിലല്ല, ശഅബാൻ മാസത്തിൽ തന്നെ നമ്മുടെ മുൻഗാമികൾ അവരുടെ കച്ചവടം ഒന്ന് കുറക്കും, കച്ചവടം നിർത്തിവെക്കും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒരുങ്ങാൻ അവർ സന്നദ്ധമാകാൻ അവർ തയ്യാറെടുക്കുന്നത് ശഅബാൻ മാസത്തിലാണ് നമ്മുടെ മുൻഗാമികൾ. ഇനിയോ വകാന യഖൂൽ, എന്നിട്ട് അവർ പറയാറുണ്ട്, തൂബാ ലിമൻ അസ്ലഹ നഫ്സഹു ഖബല റമദാൻ, റമദാനിന് മുമ്പ് തൻ്റെ മനസ്സിനെ നന്നാക്കിയവന് മംഗളം എന്നവർ പറയുകയും ചെയ്യും. ചില റിപ്പോർട്ടുകളിൽ കാണുവാൻ സാധിക്കും, നമ്മുടെ മുൻഗാമികളൊക്കെ സക്കാത്ത് കൊടുത്തിരുന്നത് ശഅബാൻ മാസത്തിലാണെന്ന്. സക്കാത്ത് കൊടുത്തിരുന്നത് പൊതുവെ ഓരോരുത്തരുടെയും അവരുടെ കച്ചവടത്തിനനുസരിച്ചുകൊണ്ട്, അവരുടെ മുതലിനനുസരിച്ചുകൊണ്ട്, ഓരോ അറബ് മാസത്തിനനുസരിച്ച് കൊണ്ടാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പൊതുവായിട്ട് ഒരു ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഒരു മാസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുൻഗാമികളിൽ അധികവും ശഅബാൻ മാസത്തിലാണ് കൊടുക്കുക. കാരണം റമദാനിന് മുമ്പ് എല്ലാം കൊടുത്തു തീർത്ത് റമദാനിനെ പൂർണ്ണമായിട്ടൊന്ന് സ്വീകരിക്കണം. ഖുർആനിന്റെ കാര്യത്തിൽ അവരെങ്ങനെയാ? അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ വിളിച്ചു പറഞ്ഞത്, മാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപമ എന്ന് പറഞ്ഞാൽ ഷഹ്റു റജബിൻ ഷഹ്റു സറ. കഴിഞ്ഞ മാസം ഉണ്ടല്ലോ റജബ്, ആ റജബ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ പറയാണ്, അതിങ്ങനെ കുടിച്ചു വെച്ചിട്ട് ആ വിത്തിടുന്ന മാസം, വിത്ത് വെക്കുന്ന മാസമാണ്, വിത്ത് വിതക്കാനുള്ള ഒരു മാസമാണ്. വശഹ്റു ശഅബാൻ ശഅറു സഖിയ്യിസ് സറ, നമ്മൾ ആ കൃഷി വിത്തിട്ടതിന് ശേഷം പിന്നെ അതിന് വെള്ളമൊടിച്ചു കൊടുക്കാനുള്ള മാസമാണ് ഷഹ്റു ശഅബാൻ, നമ്മളിപ്പോഴുള്ള ഈ മാസം. വീണ്ടും അവർ വിശദീകരിക്കുകയാണ്, വശഹ്റു റമദാൻ ഷഹ്റു ഹസാദിസ് സറ, ആ ഒരു കൃഷി ഇങ്ങോട്ട് കൊയ്തെടുക്കാനുള്ളതാണ് റമദാൻ. ഈ 3 മാസത്തിൻ്റെ കാര്യം പറയണേ. റജബ് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ മുന്നിലുള്ളത് ശഅബാനാണ്. അതിലെ തന്നെ 3-4 ദിവസങ്ങളായി, ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മാസം തീരുന്നതിന് മുമ്പേ ഒരു മാറ്റം, എല്ലാ അർത്ഥത്തിലും ഒരു ഒരുക്കം. റമദാനിനെ സ്വീകരിക്കുക എന്നുള്ളത് കേവലം ആ ഒരു കലണ്ടർ ഒന്ന് മാറ്റുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ തറാവീഹ് നമസ്കാരം തുടങ്ങുക എന്നതിനപ്പുറത്തേക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കളനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്നുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പോരിശകളാണ് ഓർമ്മപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചിലർ ചോദിക്കാറുള്ള ചോദ്യവും അതിനുള്ള ചില മറുപടികളുമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചില ആളുകൾ ചോദിക്കും, നമ്മൾ കഴിഞ്ഞ റമദാനിൽ ചില നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ നോമ്പ് ഇപ്പോൾ ശഅബാനിൽ എടുക്കാൻ പറ്റുമോ? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് പലപ്പോഴും അവർ ശഅബാനിലാണ് എടുക്കാറുള്ളത്. ശഅബാൻ വരെ കാത്തിരിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ശഅബാനിലെങ്കിലും അതവർ തീർക്കാൻ നോക്കും. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കണം, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളുണ്ട്. അതൊരു പക്ഷേ മെൻസസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം യാത്രയുടെ പേരിലോ രോഗത്തിൻ്റെ പേരിലോ ഒക്കെ നഷ്ടപ്പെട്ട നോമ്പുകളുണ്ടെങ്കിൽ ഈ ഒരു മാസം തീരുന്നതിന് മുമ്പേ അത് നോറ്റു വീട്ടിയേ പറ്റൂ. അത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ ഇവിടെ വീണ്ടും ഒരു സംശയം ഉണ്ടാകും. ശഅബാൻ മാസത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ സുന്നത്താണല്ലോ, റമദാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫറളാണല്ലോ, എങ്കിൽ രണ്ടിനും കൂടി ഒരു നിയ്യത്ത് പറ്റുമോ? അത് പറ്റൂല.
റമദാൻ മാസത്തിനാണ് പ്രാധാന്യമുള്ളത്. നമ്മൾ കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ വരുന്നതിന് മുമ്പേ ആ നഷ്ടപ്പെടുത്തിയ നോമ്പ് നോറ്റുവീട്ടുക എന്നത് നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റക്കാരാണ്. അത് നോറ്റുവീട്ടിക്കഴിഞ്ഞു, പിന്നെ നമുക്ക് വേണമെങ്കിൽ സുന്നത്തെടുക്കാം. ആ സുന്നത്ത് തന്നെ തിങ്കളാഴ്ച എടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നിയത്തും, അതുപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പിൻ്റെ നിയത്ത്, അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൻ്റെ നിയത്ത്, ഇങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ ഒരു കുഴപ്പമില്ല. അതല്ലാതെ ഫറളിനും സുന്നത്തിനും കൂടി ഒരു നിയത്ത്, അത് പറ്റൂല. ഇനി ഈ വിഷയത്തിൽ മറ്റൊരു സംശയം ഉണ്ടാവുക. കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം മതിയോ, അതല്ല അതിന് ഫിദിയ വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുണ്ടോ ഇല്ലേ? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഫിഖഹിയായ മസ്അലകൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം നോമ്പ് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു റമദാൻ വരുന്നതിന് മുമ്പേ അവർ നോറ്റ് വീട്ടിയാൽ അവർക്ക് ഫിദിയ ഇല്ല, ഓൾറെഡി നോറ്റ് വീട്ടുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ചില ആളുകളുടെ വിഷയത്തിൽ ചില ആളുകൾ ഈ ഒരു റമദാൻ എത്തിയിട്ടും, കഴിഞ്ഞ റമദാനിലും നോമ്പ് നഷ്ടപ്പെട്ടു, ഈ ഒരു റമദാൻ എത്തിയിട്ടും ആ നോമ്പ് നോറ്റ് വീട്ടിയിട്ടില്ലെങ്കിൽ ചില ആളുകൾ നോറ്റ് വീട്ടിയാൽ മാത്രം പോരാ, അവർ ഫിദിയ കൊടുക്കുക കൂടി വേണം. അകാരണമായി കൊണ്ട് നഷ്ടപ്പെടുത്തിയ ആളുകൾ ഈ ദിവസങ്ങളൊക്കെ കിട്ടിയിട്ട് 300-ലധികം ദിവസങ്ങൾ കിട്ടിയിട്ട് നോമ്പ് നോറ്റ് വീട്ടാൻ അവൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. അതുകൊണ്ട് അവൻ നോറ്റ് വീട്ടുകയും വേണം, ഫിദിയ കൊടുക്കുകയും വേണം. ഒരു നേരത്തെ ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാം. എന്നാൽ ചില സഹോദരിമാർ, പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ളവർ, കഴിഞ്ഞ വർഷം അവർ ഗർഭിണിയായിരുന്നു, ഈ വർഷം അവർ കുട്ടിക്ക് പാല് കൊടുക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അവർ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. പിന്നീട് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്, അതല്ലാതെ അവർ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഫിദിയ കൊടുക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചകളുണ്ട്. എല്ലാ ചർച്ചകളിലേക്ക് കൂടി നമ്മൾ പോകുന്നില്ല. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമുക്കുള്ള നഷ്ടപ്പെട്ട നോമ്പുകൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അത് പടച്ചോം പൊറത്തോളും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റൂല. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഓർമ്മയുണ്ട് നമുക്ക്, ആ 2 ദിവസം അത് ഇന്ന കാരണത്താൽ നഷ്ടപ്പെട്ടതാ എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് ആദ്യം നോറ്റുവിട്ട, എന്നിട്ട് ശഅബാനിലെ നോമ്പെടുക്കുക. അതിൻ്റെ മുമ്പത്തെ വർഷത്തിലുണ്ട് നഷ്ടപ്പെട്ടത്. ഒരു പക്ഷേ നമ്മുടെ ജാഹിലിയത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാലം ഉണ്ടാകും. നോമ്പിൻ്റെ ദിവസങ്ങളൊന്നും നോമ്പെടുക്കാതെ തോന്നിവാസിയായി ജീവിച്ച സമയം നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ കഴിയുന്നതും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തൗബ ചെയ്ത്, റബ്ബേ പൊറുത്തു തരണേ, എൻ്റെ അറിവില്ലായ്മയാണ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാനതൊക്കെ ഒഴിവാക്കിയത് എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് തൗബ ചെയ്യുക. കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഓർമ്മയുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോറ്റുവിട്ടുക. അതല്ല ഓർമ്മയില്ല, അതൊക്കെ എത്രയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക. അതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ കഴിഞ്ഞ ശഅബാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടല്ല എന്ന് നമുക്കറിയാം. ഈ ശഅബാൻ നമ്മുടെ മുന്നിലുണ്ട്, റമദാൻ വരട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. പക്ഷേ റമദാനിന് മുന്നോടിയായി ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചാൽ ഈ ഒരു റമദാൻ നമുക്ക് ലഭിക്കണമെന്നില്ല. കിട്ടിയത് എന്താണോ, ഈ ഒരു ശഅബാൻ നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ ഈ ശഅബാനിൽ തന്നെ നമ്മൾ തുടങ്ങുക. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരു റമദാനിൽ ഒരാൾ തയ്യാറെടുത്തു എന്നതിൻ്റെ തെളിവ് ശഅബാനിൽ അവൻ ഒരുങ്ങിയിട്ടുണ്ടാകുന്നതാണ്. ആ റമദാൻ വരട്ടെ, അതിൻ്റെ 1-ാമത്തെ ദിവസമാകട്ടെ, 2-ാമത്തെ ദിവസമാകട്ടെ എന്ന് കാത്തിരിക്കല്ല. ശഅബാനിൽ അവൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റമദാനിൽ അവന് മുന്നോട്ട് പോകും. അതല്ല എങ്കിലോ അവൻ ആ ഒരു സമയത്ത് പിന്നെയും കാരണങ്ങൾ പറഞ്ഞ്, പിന്നെയും കഴിവുകൾ പറഞ്ഞ് അവൻ മാറി നിൽക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ നന്മകളും ചെയ്യാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഒരു ശഅബാൻ മാസത്തെ പരിപൂർണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വരാനിരിക്കുന്ന റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്ത് നാളെ പരലോകത്ത് വിജയം വരിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി
حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, ദ സോൾമേറ്റ്. Peace Radio, tuned to reality.